വിനു, സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കുന്നില്ല എന്നൊരു വിമർശനം വന്നിട്ടുണ്ട്. അതേസമയം നരേന്ദ്രമോദി തുറമുഖം ഉദ്ഘാടനം ചെയ്യാനായി, കമ്മീഷൻ ചെയ്യാനായി തിരുവനന്തപുരത്ത് എത്തുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൽ മോദിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു. CPM-ഉം ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള ബാന്ധവമാണത് എന്നാണ് വിമർശനം ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പൊതുവെ എപ്പോഴും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണമായി തന്നെ ഇതിനെ കാണേണ്ടി വരും. അതായത് ഇടത് സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൽ മോദിയെ പങ്കെടുപ്പിക്കുന്ന പിണറായിയുടെ മഹാമനസ്കത എന്നാണ് പ്രതിപക്ഷ നേതാവിനെ വിശേഷിപ്പിക്കുന്നത്. വിഴിഞ്ഞം കമ്മീഷനിങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാത്തത് മന്ത്രിസഭയുടെ വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമെന്ന വിശദീകരണം മന്ത്രി വാസവൻ്റെ വിശദീകരണം വിവാദത്തിലായിട്ടുണ്ട്. ഏതായാലും CPM BJP കൂട്ടുകെട്ട് ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇനി അങ്ങോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരികയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബാന്ധവം ആരോപിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തം കൂടിയാണ്. കോൺഗ്രസ് എപ്പോഴും ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ പറയുന്ന ഒരു ഡയലോഗായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായ ഒരു പരിപാടിയിലും പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്നുമില്ല. തുറമുഖ കമ്മീഷനിങ്ങും വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായതിനാൽ ക്ഷണിക്കേണ്ടെന്ന് തീരുമാനിച്ചുവെന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. എന്നാൽ വിഴിഞ്ഞം തുറമുഖം എങ്ങനെ സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയാകുമെന്ന സംശയം പ്രസക്തമാണ്. കേന്ദ്ര സർക്കാരിന് കൂടി മുതൽ മുടക്കുള്ളതാണ് വിഴിഞ്ഞം. സർക്കാരിൻ്റെ ഓഹരി പങ്കാളിത്തമുള്ള സ്ഥാപനം. ഡിസംബറിൽ നടത്തേണ്ട കമ്മീഷനിങ്ങാണ് മേയിലേക്ക് നീണ്ടത്. എന്നാൽ കമ്മീഷനിങ്ങിനെ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് സർക്കാർ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെയെങ്കിൽ LDF സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിക്ക് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യവും ഉയരുകയാണ്. അതായത് തുറമുഖത്തെ ആദ്യ ചരക്ക് കപ്പലിനെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ നിന്നും ഒഴിവാക്കി. ഇതേ മാതൃകയിലാണ് കമ്മീഷനിങ് ചടങ്ങിലും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത്. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായാണ് കമ്മീഷനിങ് എന്ന സർക്കാരിൻ്റെ വാദം അത്ഭുതകരമാണ്. എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സ്ഥലം MP ശശി തരൂർ, MLA M വിൻസെൻ്റ് എന്നിവർ ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലും ഉണ്ട്. അപ്പം ശശി തരൂരും M വിൻസെൻറ്റും ഒക്കെ ഉണ്ട്. പ്രതിപക്ഷ നേതാവിനെ മാത്രം പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യ നാഴികക്കല്ല് നിർമ്മാണത്തിനുള്ള ക്രെയിനുകളുമായി 2023 ഒക്ടോബറിൽ ആദ്യ ചരക്ക് കപ്പൽ അടുത്തതാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നൽകിയും LDFനെ വിമർശിച്ചുമാണ് പ്രസംഗിച്ചത്. ശശി തരൂർ MPയും വിൻസെൻറ്റും ചടങ്ങിലുണ്ടായിരുന്നു. എന്നാൽ 2024 ജൂലൈയിൽ ആഘോഷമായി ട്രയൽ റൺ ഉദ്ഘാടനം നടത്തിയപ്പോൾ സ്ഥലം MPയെയും MLAയും മാത്രമാണ് ക്ഷണിച്ചത്. തുറമുഖം മൂലം തീരദേശവാസികൾ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ വിട്ടുനിന്നപ്പോൾ പദ്ധതി UDFൻ്റെ കുഞ്ഞാണെന്ന നിലപാടെടുത്ത് വിൻസെൻ്റ് പങ്കെടുത്തു. ശശി തരൂർ കമ്മീഷനിങ്ങിൽ പങ്കെടുക്കുമെന്നും വ്യക്തമാക്കി. ശശി തരൂരിൻ്റെ എപ്പോഴും അഭിപ്രായങ്ങൾ അങ്ങനെയാണല്ലോ. ശശി തരൂരിന് കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഏത് തീരുമാനം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മോദിയെ പുകഴ്ത്തുന്നത് കാണാം, പിണറായിയെ പുകഴ്ത്തുന്നത് കാണാം. അതുകൊണ്ട് ശശി തരൂരിൻ്റെ വാക്കുകളെ കോൺഗ്രസ് പോലും മുഖവിലേക്ക് എടുക്കില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചാൽ അവർ പറയും അത് ഞങ്ങൾ പറയില്ല എന്ന രീതിയിലാണ് പറയുന്നത്. വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നാണ് നിലപാട്. കമ്മീഷനിങ് ചടങ്ങിലേക്ക് ക്ഷണിച്ചാൽ വേദിയിലിരിക്കും, ഇല്ലെങ്കിൽ സദസ്സിലിരിക്കുമെന്നും വിൻസെൻ്റ് പറഞ്ഞു. MPയോ MLAയോ പങ്കെടുക്കുന്നതിനെ കോൺഗ്രസ് വിലക്കിയിട്ടുമില്ല. ഇതിനിടെയാണ് സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയായി വിഴിഞ്ഞം കമ്മീഷനിങ്ങിനെ മന്ത്രി വാസവൻ തന്നെ ചർച്ചയാക്കുന്നത്. അതേസമയം ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ചടങ്ങിൽ പങ്കെടുക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മറുപടി ഇതുവരെ വന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് വൻ ചർച്ചയായി മാറാൻ സാധ്യതയുള്ള കാര്യമാണ്. എന്നാൽ 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികം തികയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കമ്മീഷനിങ് എന്നും സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാട് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് എടുത്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിഥികളുടെ പേരുകളിൽ അദ്ദേഹം ഇല്ലാത്തതെന്നാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പക്ഷത്തു നിന്നുണ്ടായിരിക്കുന്ന വിശദീകരണം. അതേസമയം പട്ടികയിൽ കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരിൻ്റെയും ഈ വിൻസെൻറ്റിൻ്റെയും പേരുകൾ ഉൾപ്പെടുത്തിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്നുള്ള തീരുമാനമാണല്ലോ കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിഷേധം ഉയർത്താനാണ് കോൺഗ്രസ് തീരുമാനം. അതുകൊണ്ട് ഈ ശശി തരൂരും M വിൻസെൻറ്റും ഏത് തരത്തിൽ അതിനെ കാണുമെന്ന് കാണേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യപരമായ നടപടികളെ ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരും എന്നും പറഞ്ഞിരിക്കുന്നത്. കൂടാതെ തുറമുഖത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തൽ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം പങ്കെടുത്തും ഉന്നയിക്കും. അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി, ഭാര്യ കമല, മകൾ വീണ, കൊച്ചുമകൻ എന്നിവർക്കൊപ്പമാണ് പങ്കെടുത്തത്. ഔദ്യോഗിക യോഗത്തിൽ എന്തിനാണ് കുടുംബത്തെ പങ്കെടുപ്പിച്ചതെന്ന ചോദ്യം ഉയർത്തിയും പ്രചാരണം നടത്തും. അപ്പോൾ അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും എപ്പോഴും ഇലക്ഷൻ എടുക്കുമ്പോൾ കോൺഗ്രസും ഉന്നയിക്കുന്നൊരു പ്രധാന ആരോപണം കോൺഗ്രസും
അല്ല BJPയും CPM തമ്മിൽ അലയൻസ് ഉണ്ടെന്ന് പറയും. CPM പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിൽ അലയൻസ് ഉണ്ടെന്നാണ്. അപ്പോൾ അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. കോലീബി ആരോപണമാണ് മിക്കവാറും LDF ഉന്നയിക്കാറുള്ളത്. അതെ, കോൺഗ്രസ് BJP ലീഗ് കോലീബി സഖ്യമാണ് ഇതിൻ്റെ പിന്നിൽ, കോലീബി സഖ്യമാണ് സർക്കാരിനെതിരായിട്ട് നിൽക്കുന്നത് എന്നാണ് സ്ഥിരമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരം പറയുന്നതാണ്. അതിങ്ങനെ എപ്പോൾ എടുത്ത് പ്രയോഗിക്കണമെന്ന് വിചാരിച്ച് നാവിൽ തന്നെ ഇട്ട് നടക്കുകയാണ് ഇടതുപക്ഷം ചെയ്യാറില്ല. പക്ഷേ ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പ്രത്യേകമായിട്ടൊന്ന് നോക്കണം. മോദി പങ്കെടുക്കുന്ന പരിപാടി സംസ്ഥാന സർക്കാരിൻ്റെ ആഘോഷമാക്കി അവർ മാറ്റുന്നു. അതായത് നിലവിൽ പിണറായിയും LDF സർക്കാരും ഭയന്ന് വിറച്ചിരിക്കുക വിവിധ കേന്ദ്ര ഏജൻസികളുടെ വിവിധ അന്വേഷണങ്ങൾ. ആദ്യഘട്ടത്തിൽ ഒന്നാം പിണറായി സർക്കാർ തന്നെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പടാപ്പാട് പെട്ട് നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പോഴും തുടരുന്നുമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാരിന് വലിയ വിധേയത്വമുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും സർക്കാർ ആഘോഷത്തിൽ മോദിയെ പങ്കെടുപ്പിക്കുന്നതിൽ അത്ഭുതം തോന്നുകയാണ് എനിക്ക്. കാരണം നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്ര സർക്കാരിനെ ചീത്ത വിളിക്കാനാണ് പിണറായിക്ക് നേരെയുള്ളത്. കേന്ദ്ര സർക്കാർ അത് കൊടുത്തില്ല, ഇത് കൊടുത്തില്ല, ആ പണം കൊടുത്തില്ല, ഈ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ മിക്കവാറും ചീത്ത വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഗവർണറെ ആയുധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വിമർശനം. ഇപ്പോൾ 6 ഏക്കറുമായിട്ട് അല്പസ്വല്പം ഒത്തു പോകുന്നുണ്ട് എങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കാൻ പോലും പിണറായി അടക്കമുള്ളവർ പോയില്ല. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ ഒരു ഭിന്നിപ്പിൽ നിൽക്കുന്ന സർക്കാർ ഇവിടെ ഒന്നിക്കുകയാണെങ്കിൽ, കേന്ദ്രത്തോട് നിൽക്കുകയാണെങ്കിൽ, ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനത്തിനെ അതുകൊണ്ട് തന്നെ ഞാൻ ആ വിലയ്ക്കൊന്നും എടുക്കുന്നില്ല, അതിനെ അങ്ങനെ കണക്കാക്കുന്നില്ല. പക്ഷേ എന്നാലും പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് സംസ്ഥാനത്തെ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ്, പ്രധാനപ്പെട്ട സ്ഥാനമാണത്. സർക്കാരിനോളം തന്നെ പ്രാധാന്യമുണ്ട് പ്രതിപക്ഷ നേതാവിന്. കാരണം നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പൊതുപരിപാടിയായിട്ടുള്ള സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള സംസ്ഥാനത്തിൻ്റെ നേട്ടമായിട്ടുള്ള ഈ പരിപാടിയിലേക്കൊക്കെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടുത്തിക്കേണ്ടതാണ് എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിൽ ശരിയായ ചർച്ചയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഇത്തരത്തിൽ മോദിയെ വിളിക്കുന്നു, പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നില്ല, ഇത്രയധികം കൊട്ടിഘോഷിച്ച് 46 കോടി രൂപയൊക്കെ ചിലവാക്കി ആഘോഷം നടത്തുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഇത് പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ VN വാസവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ഒരു തന്മയത്വത്തോടെ പെരുമാറണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഏറ്റവും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പക്ഷേ ഇതിൽ പലപ്പോഴും ഈ CPM സർക്കാരിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. കാരണം കോൺഗ്രസ് ആണെങ്കിൽ ഇത്തരത്തിൽ ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തിയപ്പോൾ പിണറായി വിജയനെ വിളിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ അവർ വന്ന് സ്വീകരിച്ച് കൊണ്ടുപോയത് കാണണമായിരുന്നു. ശരിക്കും സ്റ്റേജിൽ എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രി വന്ന് ഇറങ്ങുന്നത്. എല്ലാവരും കെ സുധാകരനും VD സതീശനും അടക്കം സ്റ്റേജിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ സ്വീകരിച്ചിരുത്തുന്നു. അതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കോൺഗ്രസ് ചെയ്യുന്നതും CPM ചെയ്യുന്നതും തമ്മിലുള്ള പല വ്യത്യാസങ്ങളും, അതുപോലെ BJP ആണെങ്കിലും ഇക്കാര്യത്തിലൊക്കെ വലിയ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ തന്മയത്വത്തോടെ അല്ലെ ചെയ്യേണ്ടി വരും. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു വലിയ വിരോധം പോലെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നത്. അപ്പോൾ അതിന് മാറ്റം വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എല്ലാവരും ആരോഗ്യപരമായി മത്സരിക്കണം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള തർക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ ആരോഗ്യപരമായി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.